ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മധുരത്തിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പോരാത്തിന് ഹോളിയല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിത്തിരി മധുരമാവാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് കാജ എന്ന് പറയും. ബംഗാളിലും ഒറീസയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്സാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. പോരാത്തതിന് അതിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലല്ല, രുചിയൊന്നും ഇല്ലാത്ത എണ്ണയാണ്. ഇത്തിരി ഉപ്പ് കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തോളുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം, അതായത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. 1 കപ്പ് മൈദയല്ലേ ഉള്ളൂ നമുക്ക്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തോളൂ കേട്ടോ. അതായത് നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കണ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട്, അത് മാവ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുമെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 20 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ലൈനി വേണ്ടതുണ്ട്. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ലൈനിയായിട്ട് എടുക്കണം. അതായത് നമ്മൾ ജിലേബിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ലൈനി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു നൂൽപ്പരയോ ആവുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോളുക. ഒരു മീഡിയം തൊട്ട് ഹൈ ഫ്ലെയിമിൽ ഇടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്നുള്ളൂ, തീ എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കണ്ടോ, ഏകദേശം ഒരു നൂൽപ്പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് ഇത്തിരി നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തോളാം. വേറൊന്നിനുമല്ല, അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചോളുക. ഇനി നമ്മൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട്, നമ്മുടെ മാവ് കുഴച്ച് വെച്ചിരുന്ന് എടുത്തിട്ടുണ്ട്. അതിനെ ഞാനൊരു 5 ബോളായിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ, കുഞ്ഞു ബോളായിട്ട് കേട്ടോ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വേറൊന്നുമല്ല, ആ ബോളൊന്ന് മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് പരത്തി എടുക്കണ പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തോളുക. അതിനായിട്ട് ഇപ്പോൾ ഈ പരത്താനായിട്ട് മാവ് ഉപയോഗിക്കുക, അതല്ലെന്നൊരു കോൺഫ്ലോറോ അല്ലെങ്കിൽ ഓയിൽ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മൈദയാണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 എണ്ണവും അതുപോലെ തന്നെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് എന്നിട്ട് പരത്തി എടുത്തോളൂ കേട്ടോ. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാമോ? ഇനി ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമ്മൾ ബോൾ പിടിച്ച് മാറ്റി വെച്ചിരുന്ന മാവിൻ്റെ എല്ലാം എടുത്ത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നിനും മുകളിലോട്ട് ഓരോന്നായിട്ട് വെച്ച് അടുക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ നമുക്ക് തടവി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ മൈദ തന്നെ ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിവിടെ എണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, സാധാ കോക്കനട്ട് ഓയിലല്ല, സാധാരണ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഓരോന്നിനും മേലേക്ക് ഓരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പരത്തി വെച്ചിരുന്ന അവസാനത്തേതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെയും എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തോളുക. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ അത് റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തോളുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുപാട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരേപോലെ ആയി പോവും. അപ്പോൾ ഇത്തിരി ഒന്ന് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് വിട്ടാൽ മതിയാവും. പ്രസ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതെ, എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് ഓരോന്നും എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഇത്തിരി നീളത്തിലായിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളാം. ഒരുപാട് വേണ്ട കേട്ടോ. ഞാൻ ചിലത് ചെയ്തതിൽ ഇത്തിരി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ലെയർ ഇറങ്ങി കുറേ വരും, കുറേ വരത്തില്ല. കാരണം നമ്മൾ ആ ഒരു നമ്മുടെ മടക്ക് ആ ഒരു ഏകദേശ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തോളുക കടായിലേക്ക്. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഓരോന്നും ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് മീഡിയം ഫ്ലെയിമിൽ കരിഞ്ഞു പിടിക്കാതെ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടോടുകൂടി തന്നെ നമ്മുടെ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക പരമാവധി മുക്കി ഇട്ടോളുക. അത് കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉള്ളിലേക്ക്, ആ ലെയറിൻ്റെ ഉള്ളിലേക്ക് ആ പഞ്ചസാര ലൈനി കുടിച്ച് കിടന്നോളൂ. അപ്പോൾ ഏകദേശം അത് മുങ്ങിക്കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് അതും കൂടി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അത് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആദ്യം ഇട്ടിരുന്ന എല്ലാം കൂടെ നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചൂടുണ്ടാവും, അതൊരു വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ പഞ്ചസാര ലൈനി എല്ലാം കൂടെ അതിൽ തന്നെ എന്താ പറയുക, ഈ
മധുരസേവയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടിയായിട്ട് പഞ്ചസാര ലൈനി ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിക്കോളും. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അതുകൂടി നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ പഞ്ചസാര ലൈനിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതും തിരിച്ചും മറിച്ചും അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഒരു 10-20 മിനിറ്റ് അവിടെ കിടക്കട്ടെ കേട്ടോ. അത് നന്നായിട്ട് കുടിച്ചോട്ടെ, അതിൻ്റെ ലൈനി ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഈ സ്വീറ്റ്സ് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയുക. എങ്കിൽ പിന്നെ ഈ ഹോളിക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.